السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ദുൽഹിജ്ജയിലെ അവസാനത്തെ ദിവസമാണ് ഇന്ന് മഗ്‌രിബോടുകൂടെ ഈ വർഷം നമ്മിൽ നിന്ന് വിട ചൊല്ലുന്നു. പുതിയ വർഷം നമ്മിലേക്ക് കടന്നു വരുന്നു. പരിശുദ്ധ മുഹറം മാസം നമ്മിലേക്ക് കടന്നു വരുന്നു. ദുൽഹിജ്ജയിലെ അവസാനത്തെ ദിവസം ചൊല്ലേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മഹത്തായ ശൈത്വാനിന്റെ അധ്വാനങ്ങൾ, ഒരു വർഷക്കാലം നമ്മെ പിഴപ്പിക്കാൻ, വസ്വാസാക്കാൻ, നമ്മെ നരകത്തിലേക്ക് എത്തിക്കാൻ അവൻ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ, അധ്വാനങ്ങൾ, അതെല്ലാം ഒറ്റ സെക്കൻഡ് കൊണ്ട് പാഴാക്കി പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ദുആ കൻസുൻ നജാഅ വസ്സുറൂർ എന്ന ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. ദുആ ആഖിറുൽ ആം, വർഷത്തിലെ അവസാനത്തെ ദിവസം ചെയ്യേണ്ട ദുആ എന്നായിട്ടെങ്കിൽ ആ ദുആ മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ മാ അമിൽതു മിൻ അമലിൻ ഫിസ്സനത്തിൽ മാദിയ മിമ്മാ നഹൈതനി അൻഹു ഫലം അതുബ് മിൻഹു വലം തർദൗഹു വനസീതഹു വലം തൻസൗഹു വഹലംത عني مع قدرتك على عقوبتي ودعوتني إلى التوبة بعد جراءتي عليك. اللهم إني أستغفرك منه فاغفر لي. اللهم وما عملت من عمل ترضاه ووعدتني عليه الثواب والغفران فتقبله مني ولا تقطع رجائي منك يا كريم يا أرحم الراحمين. صلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم. ഈ ദുആ യുഖ്റഅഹു സലാസ, 3 പ്രാവശ്യം ചൊല്ലണം. ഈ ദുആ ഒരാൾ ചൊല്ലിയാൽ ഫഇന്ന ശൈത്താൻ, തീർച്ചയായും ശൈത്താൻ, യഖൂലു, ശൈത്താൻ തന്റെ കൂട്ടരോട്, അനുയായികളോട്, തന്റെ മക്കളോട് ശൈത്താൻ പറയുമത്രേ, تعبنا معه طول السنة وأفسد فعلنا في ساعة واحدة. നീണ്ട ഒരു വർഷക്കാലം, കഴിഞ്ഞ മുഹറം മുതൽ ഈ മുഹറം വരെ ഇവനെ പിഴപ്പിക്കാൻ, വസ്വാസാക്കാൻ, നരകത്തിലേക്ക് എത്തിക്കാൻ നാം ഒരുപാട് കഷ്ടപ്പെട്ടു. ഇവന്റെ പിന്നാലെ കൂടി ഉറക്കമൊഴിഞ്ഞു, ഇവനെ തെറ്റിലേക്ക് എത്തിച്ചു, തെറ്റിലേക്ക് കൊണ്ടുപോയി. പല തെറ്റുകളും നമ്മുടെ കാരണം കൊണ്ട് അവൻ ചെയ്തു. അതെല്ലാം അവൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് അതെല്ലാം അവൻ നഷ്ടപ്പെടുത്തി. നാം അധ്വാനിച്ചതെല്ലാം പാഴായിപ്പോയി. ഈ ദുആ ഒരാൾ ചൊല്ലിയാൽ ശൈത്താൻ കരയുമെന്ന്, അവൻ വാവിട്ട് കരയുമെന്ന് മഹത്തുക്കൾ പറഞ്ഞതായി കാണാം. ശൈത്താനിന്റെ അധ്വാനങ്ങളെ ഒറ്റ സെക്കൻഡ് കൊണ്ട് നഷ്ടപ്പെടുത്തുന്ന ഒരു ദുആയാണ്, അത്ഭുത ദുആയാണ്. ഈ ദുആയിൽ പറയുന്ന ആശയം, ഇതിന്റെ അർത്ഥം മുഴുവനായി പറഞ്ഞാൽ ഒരുപാട് ഓരോ ലഫ്ദിനും അർത്ഥം വെച്ചാൽ ഒരുപാട് പറയാണ്. ഇതിൽ പറയുന്നത്, പഠിച്ചവനെ, അല്ലാഹുമ്മ മാ അമിൽതു മിൻ അമലിൻ ഫിസ്സനത്തിൽ മാദിയ, ഈ വർഷം, ഈ കഴിഞ്ഞ വർഷം, കഴിഞ്ഞ മുഹറം മുതൽ ഈ മുഹറം വരെ എനിക്ക് ഒരുപാട് അമലൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. നീ പൊരുത്തപ്പെടാതെ ഒരുപാട് കാര്യങ്ങൾ എന്നിൽ നിന്നും സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം നിന്നോട് തൗബ ചെയ്ത് മടങ്ങാൻ എനിക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ട് പടച്ചവനെ, നീ ഒരുപാട് നിഅമത്തുകൾ എനിക്ക് തന്നു, ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു, ഒരുപാട് ഐശ്വര്യം തന്നു. അതിനെല്ലാം പകരമായി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക മിന്നി ഫഗ്ഫിർ ലി, എനിക്ക് നീ പുറത്തു താ. ഒരു അടിമ താഴ്മയോടുകൂടെ പറയുന്ന ഒരു ദുആയാണ്.
ഈ പുതിയ വർഷത്തിൽ എനിക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ അവസരം തൗഫീഖ് നീ താ. യാ കരീം യാ അർഹമർ റഹീം. ഇതാണ് ഈ ദുആയിൽ പറയുന്ന ആശയം. അപ്പൊ ഈ ദുആ നാം ചൊല്ലുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ മഗ്രിബ് ആയാൽ പിന്നെ പുതിയ വർഷമാണ്, മുഹറമാണ്. പരിശുദ്ധമായ വിശുദ്ധമായ മുഹറം മാസമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. വലിയ ബർക്കത്തുള്ള അള്ളാഹുവിന്റെ മാസമാണ്. 4 മാസങ്ങളെ നിങ്ങൾ ബഹുമാനിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ 4 മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് പരിശുദ്ധ മുഹറം. ഫിഹാ അർബഅത്തുൻ ഹുറും. 4 മാസങ്ങൾ യുദ്ധം ഹറാമായ മാസം. പരിശുദ്ധമായ മുഹറം മാസത്തിൽ ഒരുപാട് നന്മകൾ, മഹത്തുകൾ, ഒരുപാട് അമലുകൾ, ഒരുപാട് ദിക്റുകൾ, ഒരുപാട് ദുആകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെയും നാം ചെയ്യണം. അതെല്ലാം മഹത്തുക്കളെ നമ്മെ പഠിപ്പിച്ചത് നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയാണ്, ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ വേണ്ടിയാണ്. ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ ജീവിക്കാൻ, സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകാൻ, ഈ മുഹറം മുതൽ അടുത്ത മുഹറം വരെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ജീവിക്കാൻ വേണ്ടി. മുഹറം 1 113 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇതാണ് മഹത്തുക്കൾ പേപ്പറിൽ എഴുതി, ഒരു കടലാസിൽ എഴുതി അത് സൂക്ഷിക്കാൻ മഹത്തുക്കളെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടിയാണ്, സന്തോഷത്തിന് വേണ്ടിയാണ്. അതേപോലെ തന്നെ 360 ആയത്തുൽ കുർസി ഓതാൻ മഹത്തുക്കളെ നമ്മെ പഠിപ്പിച്ചത് ഈ വർഷം ഒരു അപകടവും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ്. എല്ലാവിധ അപകടങ്ങൾ, ആഫത്ത്, മുസീബത്ത്, ഇടങ്ങേറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ. ഇതെല്ലാം നാം ഈ പറഞ്ഞ അമലുകളൊക്കെയും മഹത്തുക്കളും മഹാന്മാര്, അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ അവരൊക്കെയും ചെയ്ത മുജറബായ അമലുകളാണ്. അവർക്കൊക്കെ അതിൽ വലിയ ഫലം ലഭിച്ചപ്പോഴാണ് അവർ കിതാബുകളിൽ ഇത് പറഞ്ഞത്. നല്ല വിശ്വാസത്തോടുകൂടെ നാം ചെയ്താൽ അതിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ തന്നെ എല്ലാ ദിവസവും സൂറത്ത് യാസീനും സൂറത്തുൽ വാഖിയയും തബാറകയും സൂറത്തുൽ ഫത്ഹും നാം പതിവാക്കുക, ദിക്റുകൾ ചൊല്ലുക. കഴിയുന്ന ആളുകൾ നോമ്പ് പിടിക്കൽ വലിയ സുന്നത്താണ്. റമദാന് കഴിഞ്ഞാൽ നോമ്പ് പിടിക്കാൻ, നോമ്പ് നോക്കാൻ ഏറ്റവും നല്ല മാസം അത് മുഹറമാണ്. അഫ്ളലു സിയാമി ബഅദ റമദാൻ ശഹ്റുല്ലാഹിൽ മുഹറം. മുഹറം മാസമാണ്. മുഹറമിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ദിവസങ്ങളാണ് മുഹറം 9 ഉം 10. താസുഅ, ആശുറ വലിയ മഹത്വം നിറഞ്ഞ ദിവസങ്ങളാണ്. ദുആക്ക് ഇജാബത്തുള്ള ദിവസമാണ്. അപ്പൊ ഇതിന്റെ മഹത്വങ്ങളെല്ലാം മനസ്സിലാക്കി നാം പ്രവർത്തിക്കുക, അമലുകൾ ചെയ്യുക, മഹത്തുക്കൾ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ നാം ചെയ്യുക, അത് പതിവാക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്തുവാനും ചെയ്യുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പുതിയ വർഷത്തിൽ അള്ളാഹു നമുക്ക് വലിയ ഖൈറുകളും ബർക്കത്തുകളും സന്തോഷങ്ങളും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞുപോയ വർഷത്തിൽ അള്ളാഹു നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ, കുറ്റങ്ങൾ, കുറവുകൾ എല്ലാം പരിഹരിച്ച് അള്ളാഹു നമുക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ശൈത്വാനിന്റെ എല്ലാ കുതന്ത്രങ്ങളെ തൊട്ട് അള്ളാഹു നമുക്ക് ആക്കട്ടെ. ഈ പുതിയ വരുന്ന വർഷത്തിൽ അള്ളാഹു നമ്മുടെ എല്ലാ മേഖലകളിലും വലിയ ഖൈറും ബർക്കത്തും സന്തോഷം, വിജയം നൽകട്ടെ. എല്ലാവിധ അപകടങ്ങൾ, ആഫത്ത്, മുസീബത്ത്, ഇടങ്ങേറ്, മാരകമായ രോഗങ്ങൾ, പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാവിധ മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും വേണ്ടപ്പെട്ടവരെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ജീവിതത്തിൽ അള്ളാഹു വലിയ ഖൈറും ബർക്കത്തും സന്തോഷവും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ സിഹർ, കണ്ണേറ്, ശൈത്വാനിയത്ത്, റൂഹാനിയത്ത് അടക്കമുള്ള സർവ്വവിധ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും കുടുംബത്തെ കാക്കട്ടെ. ജീവിക്കുന്ന കാലത്തോളം സന്തോഷം, സമാധാനം, റാഹത്ത്, ഇസ്സത്ത്, ആഫിയത്ത്, ആരോഗ്യം നൽകി അള്ളാഹുവിന്റെ പൊരുത്തത്തിലായ ദീർഘായുസ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മരിക്കുന്ന സമയത്ത് അള്ളാഹു ഈമാൻ നൽകട്ടെ. കാമില ഈമാനോടുകൂടി കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് നല്ല സമയത്ത്, നല്ല മാസത്തിൽ, നല്ല ദിവസത്തിൽ, നല്ല രാവിലെ, നല്ല സ്ഥലത്ത് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാവിധ മരണങ്ങളെയും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും വേണ്ടപ്പെട്ടവരെ വാക്കൊണ്ടേൽപ്പിച്ചവരെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ.
ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.